ഹലോ എവ്രി വൺ, വെൽക്കം ടു സൈലം. അപ്പോൾ ഇന്നൊരു സന്തോഷ വാർത്തയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഗ്രൂപ്പ് ഡി എക്സാമിൻ്റെ ഡേറ്റ് വന്നത് എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ. നവംബർ 17 മുതലാണ് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് ഏതാനും ദിവസങ്ങളാണുള്ളത്. അപ്പോൾ ഈ വരുന്ന ദിവസങ്ങൾ കൃത്യമായിട്ട് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ എന്തായാലും ഈ എക്സാം നമുക്ക് ക്രാക്ക് ചെയ്യാൻ സാധിക്കും. അത് 100% ഉറപ്പാണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ കൃത്യമായിട്ട് ഈ വരുന്ന ദിവസങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക അല്ലേ? എന്താണ്? റിവിഷൻ തന്നെയാണ് അതിൻ്റെ ഉത്തരം, അല്ലെങ്കിൽ പ്രാക്ടീസ് തന്നെയാണ് അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന പ്രാക്ടീസ് റിവിഷൻ എന്ന് പറയുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്തിട്ടാണെങ്കിലോ അടിപൊളിയായിരിക്കും അല്ലേ? അത് തന്നെയാണ് RRB ഗ്രൂപ്പ് ഡി എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ബേസ് ചെയ്തിട്ടുള്ള ഒരു റിവിഷൻ ബാച്ചാണ് RRB ഗ്രൂപ്പ് ഡി മിന്നൽ PYQ റിവിഷൻ ബാച്ച്. അപ്പോൾ ഈ ബാച്ചിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഗ്രൂപ്പ് ഡി എക്സാമിന് മുൻപ് ചോദിച്ച ചോദ്യങ്ങൾ, പ്രധാനപ്പെട്ട എല്ലാ ചോദ്യങ്ങളും നമ്മൾ ഈ ബാച്ചിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ബാച്ചിന്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് കാണാം 100+ hours ഓഫ് ലൈവ് ക്ലാസ്സസ് ആയിരിക്കും. അപ്പോൾ എല്ലാ ക്ലാസ്സുകളും ലൈവ് ആയിരിക്കും. 100+ hours ഓഫ് ലൈവ് ക്ലാസ് ആയിരിക്കും നമുക്ക് ഉണ്ടാവുക. എന്ന് പറയുമ്പോൾ 2 hours per day, ഒരു ദിവസം ഏകദേശം 2 ക്ലാസ്സുകളായിരിക്കും നമ്മൾ ഇവിടെ ഉണ്ടാവുക അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യുക. അപ്പോൾ ഈ ക്ലാസ്സിലോട്ട് വരുന്നതിന് മുമ്പ് അല്ല ഇന്ന ടോപ്പിക്കാണെന്ന് പറയുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് ഒന്ന് എന്ത് ചെയ്യാം, അതൊന്ന് നോക്കിയിട്ട് വരില്ല എന്തൊക്കെ കാര്യങ്ങളുള്ളതല്ലേ. അത് കഴിഞ്ഞ് പിന്നീട് നമ്മൾ ഏറ്റവും ബെസ്റ്റ് ചോദ്യങ്ങളായിരിക്കും, വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളായിരിക്കും നമ്മൾ അതത് ടോപ്പിക്കുകളിലും ഡിസ്കസ് ചെയ്യുക. നമ്മൾ ഈ പറയുന്ന എക്സാമുകളൊക്കെ എടുത്താലും, ഇപ്പോൾ റെയിൽവേ എക്സാം എടുത്താലും, ഇപ്പം നടന്നിട്ടുള്ള NTPC ആയിക്കോട്ടെ, LP ആയിക്കോട്ടെ, RPF ആയിക്കോട്ടെ, ഇതെല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്തിട്ട് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? ചോദ്യങ്ങൾ നിങ്ങൾ എഴുതിയിട്ടുള്ള ആൾക്കാർക്ക് അറിയാം, എല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്ത് തന്നെയാണ്. എന്ന് പറയുമ്പോൾ ഇനി വരാനിരിക്കുന്ന ഗ്രൂപ്പ് ഡി എക്സാമും അതുപോലെ തന്നെയായിരിക്കും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്ത് തന്നെയായിരിക്കും അവരും ഫ്രെയിം ചെയ്യുക. എന്ന് പറയുമ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ കൃത്യമായിട്ടുള്ള ക്ലാരിറ്റിയോടുകൂടെ അല്ലേ ചോദ്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമുക്കത് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു ബാച്ചും വീക്ക്ലി 6 ദിവസം അല്ലെ, ആഴ്ചയിൽ 6 ദിവസവും നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കുന്നതാണ്. ഇനി നമുക്ക് നോക്കാം ആരൊക്കെയാണ് ഈ ടീമിലുള്ളത്. അപ്പോൾ എല്ലാവർക്കും അത് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. നമ്മളെ ലീഡ് ചെയ്യുന്ന മജീഷ്യൻ അല്ലേ, നമ്മുടെ ജെറിൻ സാർ തന്നെയാണ് ഈ പറയുന്ന നമ്മുടെ മൊത്തം ടീമിനെയും ലീഡ് ചെയ്യുന്നത്. സോ ഈ ബാച്ചിലും സാർ തന്നെ നമ്മുടെ കൂടെ ഉണ്ടാവും. അപ്പോൾ സാർ നമുക്കറിയാം അല്ലെ, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൽ ഒരുപാട് ടോപ്പിക്കുകൾ റിവിഷനിൽ നിങ്ങളുടെ മുമ്പിൽ സാർ എത്തുന്നതായിരിക്കും. അതിനോടൊപ്പം തന്നെ ഞങ്ങൾ ബാക്കിയുള്ള എല്ലാ ആൾക്കാരുണ്ട്. അപ്പോൾ റീസണിങ് ഞാനായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമ്മൾ റീസണിങ്ങിലെ പ്രധാനപ്പെട്ട പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഡിസ്കസ് ചെയ്യുക. ഇനി അപ്പോൾ നമ്മളെ കുറിച്ച് നമ്മൾ തന്നെ പറയുന്നതിൽ ഒരു ഇതില്ലല്ലോ അല്ലെ. അടുത്തത് നമ്മുടെ വിഷ്ണു സാറാണ്, വിഷ്ണു ജീവൻ സാറാണ്. അപ്പോൾ ജനറൽ അവയർനെസ് അല്ലെ, ഒരുപാട് റിഫ്ലക്ഷൻസ് ഒക്കെ വരും. അതായത് ചോദിച്ച ചോദ്യങ്ങളൊക്കെ ഒരുപാട് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് പല എക്സാമുകളിലും. അപ്പോൾ അങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട പോർഷൻസ് എന്തൊക്കെയാണെന്ന് സാർക്ക് അറിയും. അപ്പോൾ കൃത്യമായിട്ട് അങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുക. നമ്മുടെ ജനറൽ അവയർനെസ് അല്ലെങ്കിൽ GIയിൽ അത് വളരെയധികം നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. എന്തായാലും റിഫ്ലക്ഷൻസ് ഉണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പാണ്. സാർ പറയുന്ന ചോദ്യങ്ങൾ എന്തായാലും എക്സാമിന് വരും. അപ്പോൾ നിങ്ങൾക്ക് അത് നോക്കാം. റൈറ്റ്. പിന്നീടുള്ളത് നമ്മുടെ ആർദ്ര മിസ് അഗെയിൻ GIയിലോട്ട് വരുമ്പോൾ എക്കണോമിക്സ് അല്ലെ, ബാക്കി ജോഗ്രഫി പോർഷൻസ് എല്ലാം മാമാണ് അല്ലെങ്കിൽ മിസ്സാണ് ഡിസ്കസ് ചെയ്യുക. എഗെയിൻ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ, ചോദിച്ച ചോദ്യങ്ങൾ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, അതിൻ്റെ റിലേറ്റഡ് കോൺസെപ്റ്റുകൾ, ഇതൊക്കെ ആയിരിക്കും നമ്മൾ നമ്മുടെ ഈ ബാച്ചിൽ ഡിസ്കസ് ചെയ്യുക. പിന്നീട് ഗോകുൽ സാറാണ്. അപ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ജെറിൻ സാറിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഗോകുൽ സാറും ഉണ്ട്. അപ്പോൾ ഗോകുൽ സാറും കുറച്ച് ടോപ്പിക്കുകൾ നിങ്ങൾ വളരെ ഈസി ആയിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ ഡിസ്കസ് ചെയ്യിപ്പിക്കാൻ സാർ ഉണ്ടാവും. ആൻഡ് അഗെയിൻ അല്ലെ മാത്സിൽ ജെറിൻ സാറുണ്ട്, ഗോകുൽ സാറുണ്ട്, പിന്നെ ഷാനിബ മിസ്. അപ്പോൾ ഇവർ 3 പേരും ഒരുമിച്ച് നിങ്ങളുടെ മാത്സ് ഫിയർ അല്ലെ, മാത്സിന് ഒരു ഭയക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ആ ഫിയർ ഒക്കെ മാറ്റി ചോദ്യങ്ങളിലൂടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലൂടെ നിങ്ങളെ മാത്സിലെ മാസ്റ്റേഴ്സ് ഇവരാക്കുമെന്നുള്ളതിന് ഒരു ഡൗട്ടും ഒരു കൺഫ്യൂഷനും ആർക്കും വേണ്ട. റൈറ്റ്. പിന്നീടുള്ള നമ്മുടെ അജയ് സാറാണ്. അപ്പോൾ റെയിൽവേ എക്സാംസിന്റെ പ്രാധാന്യം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ജനറൽ അവയർനെസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എഗെയിൻ സയൻസിന് അത്യാവശ്യം ഇമ്പോർട്ടൻസ് ഉണ്ട് അല്ലേ. അപ്പോൾ സയൻസിലും ഇതുപോലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യേണ്ടത് അനിവാര്യമാണ്. എഗെയിൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്തൊക്കെ ടോപ്പിക്കിൽ നിന്നാണ് ഇവിടെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടാവുക അല്ലേ, അതൊക്കെ നിങ്ങളുടെ മുമ്പിൽ വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കുകളായിട്ട്, സയൻസിലെ ടോപ്പിക്കുകളായിട്ട് അജയ് സാർ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ടീം, അല്ലെങ്കിൽ ഞങ്ങളൊക്കെയാണ് ടീം എന്ന് പറയുന്നത്. ഇനി നമ്മൾ കോഴ്സിന്റെ മറ്റ് ഫീച്ചേഴ്സിലോട്ട് പോകുമ്പോൾ, അപ്പോൾ ഇതൊക്കെ ഓൾറെഡി നമ്മൾ നോക്കിയതാണ്. അപ്പോൾ ലൈവ് പ്ലസ് റെക്കോർഡഡ് ക്ലാസ് എന്നുള്ള രീതിയിലായിരിക്കും ഉണ്ടാവുക. അതായത് ഒരു ലൈവ് എൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ അത് റെക്കോർഡഡ് ആയിട്ട് അവൈലബിൾ ആയിരിക്കും. ബട്ട് അഗെയിൻ
ഞാനൊരു കാര്യം പറയുകയാണ്, ഇതൊരു റിവിഷനാണ്, അല്ലെങ്കിൽ പ്രീവിയസ് റിവിഷനെ ബേസ് ചെയ്തൊരു റിവിഷനാണ്, പ്രാക്ടീസാണ്. അപ്പോൾ ഇത് ലൈവിൽ തന്നെ ജോയിൻ ചെയ്തിരിക്കും ഏറ്റവും നല്ല കാര്യം. കാരണം നിങ്ങൾക്ക് ലൈവിൽ തന്നെ നിങ്ങളുടെ ഡൗട്ടുകളെല്ലാം ക്ലിയർ ചെയ്യാം, അല്ലേ? എല്ലാ ഡൗട്ടുകളും ക്ലിയർ ചെയ്ത് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു ലൈവ് എൻഡ് ചെയ്യുമ്പോഴേക്കും എല്ലാം ക്ലിയർ ചെയ്യാം. ഇനി നിങ്ങൾക്ക് വർക്ക് ചെയ്യാണ് അല്ലെങ്കിൽ വേറെ സമയമില്ല എന്നൊക്കെ പറയുന്നത് ഓഫ് കോഴ്സ് ഫൈൻ, റെക്കോർഡായിട്ട് നിങ്ങൾക്ക് കാണാം. ബട്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ടുകൾ ഉണ്ടാവുകയാണെങ്കിൽ അതപ്പം തന്നെ, അല്ലേ, അതത് ഫാക്കൽറ്റിക്ക് ടെലിഗ്രാമിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. നമ്മുടെ വീഡിയോൻ്റെ താഴെ തന്നെ, അല്ലെങ്കിൽ ലൈവിൻ്റെ താഴെ തന്നെ, അല്ലെങ്കിൽ റെക്കോർഡഡ് വീഡിയോൻ്റെ താഴെ തന്നെ നിങ്ങൾക്ക് കമൻ്റായിട്ടും പറയാൻ പറ്റുന്ന ഡൗട്ടുകൾ അപ്പോൾ ഫാക്കൽറ്റിക്ക് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് മെസ്സേജ് അയക്കാം, അല്ലെങ്കിൽ അതിൽ തന്നെ ക്ലാസ്സിൻ്റെ താഴെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ടുകൾ ചോദിക്കാം. അതെല്ലാം ക്ലിയർ ചെയ്യാം. ഇപ്പോൾ ലൈവിൽ ജോയിൻ ചെയ്തിരിക്കും ഏറ്റവും നല്ലത്. ബട്ട് അഗെയിൻ റെക്കോർഡഡ് ആയിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാൻ മറക്കരുത്. പിന്നെ ക്ലാസ് നോട്ട് PDF ആയിട്ട് അവൈലബിൾ ആയിരിക്കും. അഗെയിൻ ക്ലാസ് നോട്ടുകൾ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഒരു ക്വിക്ക് റിവിഷൻ എന്നുള്ള രീതിയിൽ ക്ലാസ് നോട്ടുകൾ നോക്കാം. അത് PDF ആയിട്ട് ലൈവ് കഴിഞ്ഞ ഉടനെ തന്നെ അത് അവൈലബിൾ ആയിരിക്കും. സോ യെസ്, അപ്പോൾ ഓൾറെഡി പറഞ്ഞു, ഇവിടെ വർക്കൗട്ടാണ് അല്ലെങ്കിൽ പ്രാക്ടീസാണ്, ഇൻറ്റൻസ് വർക്കൗട്ട് സെഷൻസ് തന്നെയാണ് നമ്മുടെ ബാച്ചിൽ ഉണ്ടായിരിക്കുക. അത് മാത്രമല്ല, ഈ പറയുന്ന കോമ്പറ്റേറ്റീവ് എക്സാംസിൽ സമയമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഒരു എക്സാം കഴിഞ്ഞിട്ട് നമ്മൾ കുട്ടികളുമായിട്ട് റിവ്യൂ എടുക്കുമ്പോൾ അവർ പറയുന്ന കാര്യം, എല്ലാം പഠിപ്പിച്ച കാര്യങ്ങളാണ് വന്നിട്ടുള്ളത്, പക്ഷെ സമയം തികഞ്ഞില്ല, അല്ലേ, ടൈം പോരാ എന്നൊക്കെയാണ് പറയുക. അപ്പോൾ അതിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് എന്താ, ടൈം മാനേജ് ചെയ്യണം നമ്മൾ, അല്ലേ? ടൈം മാനേജ്മെൻറ്റ് കൂടെ നമ്മൾ മാസ്റ്റർ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ ഈ പറയുന്ന സബ്ജക്റ്റിലൊപ്പം തന്നെ ടൈം മാനേജ്മെൻറ്റ് സ്കിൽ നമുക്കിവിടെ വേണം. അത് നിങ്ങൾക്കിവിടെ നമ്മൾ സെറ്റ് ചെയ്ത് തരും. മാത്രമല്ല ടെസ്റ്റ് സീരീസും നിങ്ങൾക്കിവിടെ, അല്ലേ, ടെസ്റ്റ് അഗെയിൻ ഈ കാര്യങ്ങൾ ചോദ്യങ്ങൾ നമ്മൾ ചെയ്താലാണ് നമുക്ക് ക്ലാരിറ്റി ഉണ്ടാവുക. അപ്പോൾ നമ്മുടെ ആപ്പിൽ ടെസ്റ്റ് സീരീസും ഈ ബാച്ചിൽ ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ അല്ലേ? പിന്നെ ഓൾറെഡി പറഞ്ഞു, ഡൗട്ട് ക്ലിയർ ചെയ്യാനാണല്ലോ ഈ പറയുന്ന മിന്നൽ പോലെ ഒരു ബാച്ച്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡൗട്ട് എന്തായാലും നമ്മൾ ക്ലിയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതെല്ലാം അടങ്ങുന്ന ഈ ബാച്ചിൻ്റെ ഫീസ് എന്ന് പറയുന്നത്, കോഴ്സ് ഫീസ് എന്ന് പറയുന്നത് വെറും 599, 5000 ഞാൻ പറഞ്ഞു വന്നു, അല്ല, വെറും 599 രൂപയാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് സെപ്റ്റംബർ 17-ാം തീയതിയാണ്. അപ്പോൾ ആരും സമയം കളയരുത്. ഞാൻ ഇങ്ങോട്ട് നിൽക്കാം, അപ്പോഴേ നമ്പറൊക്കെ കാണും, അല്ലേ? അപ്പോൾ ആരും സമയം കളയരുത്, പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഓൾറെഡി വേറെ ബാച്ചിലാണെങ്കിലും ഇവിടെ പുതിയ അല്ലെങ്കിൽ ഒരുപാട് ചോദ്യങ്ങൾ നമുക്കുണ്ടല്ലോ. അപ്പോൾ അതിൽ വേറെ ചോദ്യങ്ങളായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ആലോചിക്കാം. എന്തായാലും ഈ ബാച്ച് കൊണ്ട് നിങ്ങൾക്ക് ഗ്രൂപ്പ് ടി എക്സാം പോകുന്ന നിങ്ങൾക്ക് എന്തായാലും ഒരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവുമെന്നുള്ളത് 100% ഉറപ്പോടുകൂടെ എനിക്ക് പറയാൻ പറ്റും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് നോട്ട് ചെയ്ത് വയ്ക്കാം. ഈ ബാച്ച് ജോയിൻ ചെയ്തിട്ട്, അല്ലെങ്കിൽ കൃത്യമായിട്ട് ഇത് ഫോളോ ചെയ്തിട്ട്, ജോയിൻ ചെയ്യൽ മാത്രമല്ല കൃത്യമായിട്ട് ഇത് ഫോളോ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടോ എന്ന് നിങ്ങൾ തന്നെ പറയാനുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോയിലോ അല്ലെങ്കിൽ എനിക്ക് പേഴ്സണലായിട്ടും നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. എന്തായാലും ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവുമെന്നുള്ളതിന് 100% ഉറപ്പ് നമ്മൾ തരുന്നുണ്ട്. അപ്പോൾ ഒരിക്കൽ കൂടെ ഇപ്പോൾ പറയാണ്, സെപ്റ്റംബർ 17-നാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഒരുപാട് സമയമൊന്നുമില്ല. ഈ പറയുന്ന മിന്നൽ പോലെ തന്നെ നമ്മളിത് കംപ്ലീറ്റ് റിവിഷൻ നടത്തണം. അപ്പോൾ 17-നാണ് സ്റ്റാർട്ട് ചെയ്യുക. വേറെ നിങ്ങൾക്ക് ഈ ബാച്ചിനെ കുറിച്ച്, ഈ കോഴ്സിനെ കുറിച്ച് മറ്റെന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഈ കാണുന്ന നമ്പറിലോട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഉടനെ തന്നെ അതിൻ്റെ ഒരു സൊല്യൂഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ വൺസ് അഗൈൻ 599 രൂപയ്ക്ക് ഈ കംപ്ലീറ്റ് ഫീച്ചേഴ്സ് ഇൻക്ലൂഡ് ചെയ്യുന്ന ബാച്ച് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഒരിക്കൽ കൂടെ മിന്നൽ ബാച്ച്, അല്ലേ? സെപ്റ്റംബർ 17 വെറും 599 രൂപ. അപ്പം ഇനി നമുക്ക് ലൈവ് ക്ലാസ്സുകളിൽ കാണാം. താങ്ക് യു സോ മച്ച്. ബൈ ബൈ.